ഹലോ, നമസ്കാരം. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പോലെയാണോ അല്ലെങ്കിൽ മഴക്കാലം പോലെയാണോ അറിയില്ല. പെട്ടെന്ന് നല്ല ഉഷാറാകും, പെട്ടെന്ന് അതുപോലെ ക്ഷീണമാകും. ഇപ്പം എന്തായാലും എനിക്ക് നല്ല തൊണ്ടവേദനയും ചെറിയൊരു പനി പോലെയും. നടുവേദന പറയാനേ ഇല്ല, ഇരിക്കാനൊന്നും പറ്റില്ല. കിടന്ന് ഞാൻ 12 മണിയൊക്കെ ആയിരുന്നു എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയാ, ചിലപ്പോ ഇങ്ങനെ ഈ കാലാവസ്ഥന്റെ ഒക്കെ ആയിരിക്കും. നടുവേദന പിന്നെ ഓൾറെഡി നമ്മുടെ ഇതൊക്കെ പോയല്ലോ, അതുകൊണ്ടാണ്. കുറെ പേര് വിളിക്കുന്നൊക്കെ ഉണ്ട്, വീഡിയോ ഒന്നും കണ്ടില്ല. മോളെ അതെടുത്ത് വെച്ചേ ആ സാധനം. ഓഹ്, എന്നിട്ട് അമ്പേട്ട് ഇങ്ങനെ ബാമൊക്കെ വാങ്ങിക്കൊണ്ടത്. പിന്നെ അതുപോലെ എനിക്കിങ്ങനെ ഇതിന്റെ കാലാവസ്ഥ പോലെ തണുപ്പല്ലേ നമ്മളെ കേരളം. തണുപ്പല്ലേ നല്ലതല്ലേ. അപ്പൊ മോർഫിൻ കഴിഞ്ഞു പോയിനെ. അപ്പൊ മോർഫിൻ കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണാവസ്ഥയായിരുന്നു ലേഖ. ഇത് കഴിയുന്നില്ല, നല്ല ക്ഷീണം. അതിപ്പോ എല്ലാവർക്കും അറിയാലോ. ആകാശത്തെ സുന്ദരമായ മേഘമായിരിക്കും ചില സമയം മേഘാവൃതമായിരിക്കും. അല്ലേ മുത്തേ? അതിപ്പോ ഞാനിപ്പോ ജലദോഷം അതുപോലെ സംഭവത്തിന് വേണ്ടിയിട്ട്, ജലദോഷം തൊണ്ടവേദനക്ക് വേണ്ടിയിട്ട് ഏലാതി വാങ്ങിച്ചുകൊണ്ടു. അപ്പൊ ഏലാതി കഴിക്കാം. എല്ലാവരുടെയും ഫോണും എടുക്കും. അതെ. പലരും പറയും രക്തബന്ധം അല്ലെങ്കിൽ ബന്ധുബലം എന്നെല്ലാം പറയും. ഇപ്പൊ ബന്ധുത്വത്തിനേക്കാൾ അപ്പുറം വലിയ ബന്ധമാണ് നമ്മുടെ ഫോളോവേഴ്സായി. അപ്പോ നിങ്ങൾ ഓരോ ദിവസവും വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. അപ്പൊ എന്താ, നമുക്ക് വെബ് സീരീസ് ഉടനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ പരിപാടി ഓരോ ദിവസം വെബ് സീരീസ് എഴുതി സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ പിന്നെ കൂന പോലെ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോ അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. വേഗം സ്മാർട്ട് ആവട്ടെ കേട്ടാ, അല്ലേ? അപ്പൊ ഓക്കെ, ശരി. പിള്ളേരെ സ്കൂളിൽ വിടുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം തണുപ്പല്ലേ, രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ എന്നാലും രണ്ട് പാവങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിക്കൊക്കെ ചെയ്ത് അടിപൊളിയായി. എല്ലാവരും ഹായ് പറയും, ഹായ് പറയും. നീ പോകുന്നുണ്ട് സ്കൂളിൽ? ഹായ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി തണുപ്പ്. പണ്ടൊക്കെ ഈ ഒരു തണുപ്പ് വരാറുണ്ട് അല്ലേ. ഇപ്പോൾ ഇടക്കാലത്ത് ഈ തണുപ്പേ ഇല്ല എന്ന് പറയും. ഇപ്പം നല്ല കിടുക്കാച്ചി തണുപ്പാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. നല്ലതാണ് സംഭവം അല്ലേ. ചെടികൾക്കും ഓരോ പിന്നെ വൃക്ഷലതാദികൾക്കും ഏറ്റവും നല്ലതല്ലേ. അടിപൊളി. ഇനി ചെറിയൊരു ചൂടും കൂടി ആകുമ്പോൾ അടിപൊളിയാവും. പിള്ളേരെ വണ്ടി വന്നു. ഇവിടുന്ന് അത്രയേ ഉള്ളൂ, ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. പിള്ളേരെ കൊണ്ടുവരും. ഓട്ടോറിക്ഷ വന്നു, അത് കയറ്റി പോകും. നമുക്കിന്ന് കണ്ണൂർക്ക് പോകാനുണ്ട്. കണ്ണൂർ BMS പോയിട്ട് ഏകയുടെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലിന് ബലത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് പോയിട്ട് എടുക്കണം. അവളും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലേഖയുടെ ഒരു ഇമ്മ്യൂണോ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള, ഹോർമോൺ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൗണ്ട് കുറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെ പപ്പായ, മാക്സിമം പപ്പായ വറവും പപ്പായയുടെ കറി ഉണ്ടാക്കും. അതിൽ പപ്പായ ഒരാൾ പഴുത്ത് നിൽക്കുന്നുണ്ട്, പഴുത്ത് നിൽക്കുന്ന പപ്പായ കൊടുക്കണം. അങ്ങനെയാണ്. പെട്ടെന്ന് റെഡിയായി നമുക്ക് പെട്ടെന്ന് പോലെ കേട്ടാ. ഓക്കെ. നിന്നിങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ പശുവിനെ മേയ്ക്കാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ പശുവിനെ തിന്നിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയുണ്ട്. ഷേടാ 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 ഷേടാ. കള്ളനാണ് ഇടക്ക് മറ്റേ ആ കഴുത്തിലത്തെ ആ കയറ് അല്ലെങ്കിൽ അത് വിട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ചെറുക്കൻ രക്ഷപ്പെട്ട് വിടും. ലേസ് വിട്ട് കഴിഞ്ഞാൽ ലീഷ് അല്ലേ.
വിട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ഇവിടുന്ന് എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ പോയിട്ട് വരും. ഒരു രക്ഷയില്ല, കുഴപ്പമില്ല. പക്ഷെ വിളിച്ചാൽ വെളിപ്പുറത്താണ്, എവിടെ പോയാലും ഒരു വിളിയിൽ വീട്ടിനകത്തേക്ക് എത്തും. പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാതിൽ തുറന്ന് കൊടുത്തിട്ട് പുറത്ത് പോയിട്ട് വാടാ മൂത്രമൊഴിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പുറത്ത് പോയി മൂത്രമൊഴിച്ച് വീട്ടിലൊക്കെ വരും. അതൊരു നല്ല കാര്യം. അല്ലെങ്കിൽ അത് വൃത്തിയാക്കണ്ടേ. ചെറുപ്പത്തിൽ ഇത് ചെറിയ കുഞ്ഞായ സമയത്ത് വാങ്ങിച്ച സമയത്ത് എപ്പോഴും അകത്ത് മൊത്തം തന്നെ ആയിരിക്കും. ഇപ്പം നല്ല നീറ്റായി അടിപൊളി. ആഴ്ചക്ക് കഴിഞ്ഞ ദിവസം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നായ്ക്കളൊക്കെ നല്ല സ്മെല്ലുണ്ടാവും, മോശം സ്മെല്ലുണ്ടാവും. പക്ഷേ ഇതിനങ്ങനെ ഒരു സ്മെല്ലില്ല. കാരണം അത്രയും നീറ്റാക്കിയിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കറക്റ്റ് സമയത്തുള്ള ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ പിന്നെ നല്ല ഷാമ്പൂല് കണ്ടീഷണറിലൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കും. ലിവറിന്റെ ക്യാൻസറിന്റെ ചെറിയൊരു പണി കിട്ടിയെന്ന് തോന്നല്ലോ പോട്ടെ. ആ ചെറിയ പെയിൻ ഉണ്ട് എന്നാ പറയുന്നു. നല്ല വേദനയുണ്ട് എനിക്ക്. അതൊന്ന് പോയി കാണിക്കണം. അതൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. LFT ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ലിവറിൽ ഓൾറെഡി ക്യാൻസറിൻ്റെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, കാരണം അത് ആദ്യമൊന്നും അത്രത്തോളം സൈൻ കാണിക്കില്ല. കുറച്ച് ലിവറായതുകൊണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ക്യൂർ ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലേ അല്ല മുത്തേ? ശരിയാവുമായിരിക്കും. ശരിയാവാണ്ട് എവിടെ പോകാൻ അല്ലേ? പറയണ്ട വയസ്സ് എന്താ ചെയ്യാ. എനിക്കൊന്ന് ഈ നമ്മുടെ ലിവറിന് പറ്റിയ ക്യാൻസറിന്റെ ആ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഭയങ്കര വയറുവേദനയാണ് വലതു ഭാഗത്ത് പിന്നെ പറകിലും. അപ്പോ ഡോക്ടറെ കാണണം. ഇഞ്ചക്ഷൻ ഇപ്പം പോകുന്നത് ഇഞ്ചക്ഷൻ എടുക്കാനാണ് കേട്ടോ. ഇപ്പോഴും ഡ്രൈവിങ്ങിലാണ്, അതാണ് ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നത്. ഇപ്പം BMH പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. സത്യത്തിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ നമ്മൾ കാലിക്കറ്റ് പോകേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞിട്ട് ഇത്ര ദൂരം ഒരു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വേണ്ട അവിടെ കിട്ടുമോ നോക്കുന്നത്. പയ്യന്നൂർ ഏരിയയിലായിട്ടില്ല, BMH-ലാണുള്ളത്. പേടിയാണ് സത്യം. നമുക്ക് ഈ ഞരമ്പിന്റെ കാര്യത്തിലാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും. അതെനിക്ക് ഭയങ്കര പേടിയാന്നുണ്ട് ഈശ്വര. എനിക്കാണെങ്കിൽ ഒരു മൂക്കടപ്പും അതൊന്നും പോയിട്ടില്ല. ഇടക്ക് പാരസെറ്റമോളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ല പാരസെറ്റമോൾ എന്നല്ല പോലെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്നാലും ശബ്ദമൊന്നും ശരിക്ക് കിട്ടിയിട്ടില്ല. തൊണ്ടവേദന ഇപ്പൊ കുറവുണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട്. പിന്നെ എന്തോന്ന് പറയാൻ പോയത് എന്റെ ഈശ്വര, എന്തോ പറയാൻ പറ്റുന്നായിരുന്നു, മറന്നുപോയി. നമ്മള് കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റ് പോകാൻ ഇരുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അറിയാലോ, നമ്മളെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. പയ്യനും ദൈവാധീനം കൊണ്ട് ഒറ്റ കുത്തുകൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ നീടിലാണ് ഉപയോഗിച്ചത്, വെയിൻ കിട്ടാത്തത്. അതുകൊണ്ട് സമാധാനമായി. സങ്കടം ഉണ്ടായിരുന്നു, എന്നാലും അല്ലേ. അയ്യോ, വെയിൻ കിട്ടാതെ ബുദ്ധിമുട്ടിപ്പോയി. എന്നാലും അന്നാ കുത്തി അതേ സ്ഥലത്ത് വേറെ വെയിനൊന്നും കിട്ടുന്നില്ല. വെയിൻ ഡിറ്റക്ടറെല്ലാം വെച്ച് നോക്കിയായിരുന്നിട്ടും വെയിനില്ല. വെയിനില്ലാത്ത മനുഷ്യൻ കണ്ണിച്ചോറിയില്ല എന്നൊക്കെ പറയുന്നേക്കാം. വെയിനില്ലാത്ത മനുഷ്യൻ അല്ലേ വീട്ടാ? അതന്നെ, ഞരമ്പില്ലാത്ത മനുഷ്യൻ പോയി ഞാൻ. അന്ന് വന്ന റെനൂം ഇവിടെ ഇല്ല. എന്തായാലും റെനൂമിനെ പോലെ വേറൊരു പയ്യനാണ്. അന്ന് വന്ന ഒരു അശ്വതി എന്ന് പറഞ്ഞ കുട്ടി ഇവിടെ തന്നെയുണ്ട്. വലിയ വേദനയേ ഇല്ല. ഇപ്പം വേദന അറിയുന്നേ ഇല്ല. സമാധാനം. പേടിച്ചു പോയി. എൻ്റെ അമ്പേട്ടൻ പറയാന്ന്, ഒരു വർഷം ഇത്രയും വലിയ ഫൈറ്റ് ചെയ്ത് വന്നാൽ ഇത്ര ഒരു സൂര്യനെ പേടിക്കുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ ഫോളോവേഴ്സിനോട് ക്ഷമിക്കുക. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ബാഡ് കമന്റിനെ പിന്നെ പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയും. ഞാൻ എല്ലാ കമന്റ്സും കാണാറുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബാഡ് കമന്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഇങ്ങനെ കമന്റ് കാണുന്നുണ്ട്. ലോകത്ത് എത്ര ആൾക്കാര് ക്യാൻസർ ആയിട്ട് നടക്കുന്നുണ്ട്. അമ്പോട്ടാ നിങ്ങൾ എന്തിനാണ് സിമ്പതി പിടിച്ചു പറ്റാനല്ലേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നത്? പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ്? ഒന്ന് എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊഫൈൽ
ഞാൻ അവരുടെ ഈ പറയുന്നവരുടെ പ്രൊഫൈലൊന്നും പോയിട്ട് നിങ്ങൾ എന്തിനാ ഇതല്ലേ ഇതിലിടുന്നത് പറയുന്നത് കേട്ടാ വിചാരിക്കും അവരുടെ അക്കൗണ്ടിൽ പോയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എന്റെ പ്രൊഫൈലാണ് ഞാൻ ഇടുന്നത് അല്ലെ. പിന്നെ ഈ പറയുന്ന മഹാന്മാരോട് അവരോട് ഞാൻ കാണണമെന്ന് പറയുന്നല്ലോ. അതിൽ ഈ സ്ക്രോൾ ഡൗൺ അല്ല പോട്ടാ സ്ക്രോൾ ഡൗൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലെ. അതൊക്കെ ചെയ്തിട്ട് അവർക്ക് അങ്ങ് പോലെ അരോചകമാണ് എന്ന് തോന്നിയ ഞാനിപ്പം അരോചകമാണ് എന്ന് തോന്നുന്ന വീഡിയോ ഉണ്ടല്ലോ ഞാൻ അത് പിന്നെ ഹൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനെ ഞാൻ ബ്ലോക്ക് ചെയ്യും. എനിക്കിങ്ങനെ തല്ലുന്നത് കൊല്ലുന്നത് കുഞ്ഞുങ്ങളെ തല്ലുന്നത് അങ്ങനെയൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അത്ര കാര്യമല്ല. അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് കളയും. കാരണം എന്തിനാണ് വെറുതെ നമ്മളെന്തിനാണ് വെറുതെ തലവേദന എടുക്കുന്നത്? അതുപോലെ എന്നെ കാണുമ്പോൾ തലവേദന തോന്നുന്നവർക്ക് എന്നെ കാണാതെ അങ്ങ് പോയാൽ പോരെ അല്ലേ? മുട്ടനെ പറഞ്ഞ കറക്റ്റല്ലേ? എന്നെ കാണണ്ട. അതുപോലെ ലോകത്തിൽ എത്രയോ ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, അവരൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എത്രയോ ക്യാൻസർ പേഷ്യന്റ് എന്റെ വീഡിയോ കണ്ട് സന്തോഷിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം മൺമറഞ്ഞു പോയ നമ്മളെ ദിവ്യ കെ ആർ അവസാനം മറ്റേ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചിന്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ധൈര്യവും സന്തോഷവും ഒക്കെയാണ് ചേച്ചി, എനിക്ക് ആകെ ഒരു സമാധാനം ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴാണ്. അതുപോലെ ഒത്തിരി പേര് ഇന്ത്യന്റെ ഉള്ളിൽ മാത്രം, ഇന്ത്യക്ക് പുറത്തൊന്നും ഈ ക്യാൻസർ ഫൈറ്റേഴ്സായ ആൾക്കാർ എന്റെ വീഡിയോ കണ്ട് സന്തോഷിക്കുന്നു, മീൻസ് സമാധാനപ്പെടുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ ഇങ്ങനത്തെ കമന്റ് കണ്ടിട്ട് അലോസരപ്പെടുന്നതിനേക്കാൾ എന്റെ വീഡിയോ കണ്ടിട്ട് സന്തോഷിക്കുന്നവരുടെ നേരെയും എന്നെ പോട്ടെ. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്റെ വീഡിയോ കടയിൽ ഇങ്ങനെ കമന്റ് ഇത്തരത്തിലുള്ള കമന്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കാണ്ട് മാറിപ്പോകൂ. നമ്മളെ പിണറായി വിജയൻ പറയുമ്പോൾ കടക്ക് പുറത്ത് അല്ലേ പോട്ടാ, അത്തരക്കാരല്ല കടക്ക് പുറത്ത്. എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ ഒരു വീഡിയോ ഒരു പോസ്റ്റോ ഒന്നും ഇട്ടില്ലെങ്കിൽ ലേഖിച്ച് എന്ത് പറ്റാ 100ഓളം എന്നെ എപ്പോഴും അമ്പേട്ടാണ് അധികം കോളാറ്റിനെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലേ? ഇനി വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ എന്റെ അമ്മമാരുടെ മക്കളോട് അന്വേഷിക്കും എന്നെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് കണ്ട് നിങ്ങൾ അസൂയപ്പെടണ്ട. അസൂയൊക്കെ മരുന്ന് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം അല്ലേ പോട്ടാ. ഇവിടെ തിരക്കിലാണ്, ട്രാഫിക്കിൽ. അപ്പം അസൂയക്കും കഷണ്ടിക്കും അല്ലെ. കഷണ്ടിക്ക് പിന്നെയും മരുന്ന് മറ്റേ കുത്തിവെക്കുന്നുണ്ട് അല്ലേ പോട്ടാ. ഒരു ഹെയർ പ്ലാന്റാ അങ്ങനെയല്ലേ, ഹെയർ പ്ലാന്റ് അത് ചെയ്യുന്നുണ്ട്. അതിന്റെ കഷണ്ടിക്ക് അതുകൊണ്ട് മരുന്നുണ്ട് പറയാം. അസൂയൊക്കെ മരുന്ന് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം സഹിച്ചേ പറ്റൂ. മരുന്ന് കണ്ടുപിടിച്ച് മരുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കഴിക്കാനൊക്കെ. എനിക്ക് തലയെ പൊങ്ങുന്നത് എടുത്തോളം, എനിക്ക് ഉഷാറില്ലെടുത്തോളം, എന്റെ കൊക്കിൽ ആയുസുള്ളിടത്തോളം ഞാൻ എന്റെ പ്രൊഫൈലിൽ അമ്പുവേട്ടന്റെ പ്രൊഫൈലും ഞങ്ങൾ 2 പ്രൊഫൈലും ഞാൻ വീഡിയോ ഇടും. കാരണം അമ്പുവേട്ടന്റെ പ്രൊഫൈൽ എന്റെ അവകാശമാണ്. അമ്പുവേട്ടൻ ചിരിക്കുന്നത് അല്ലേ? ഇതിൽ 2ലും ഞാനിടും ഇൻസ്റ്റയിലും. മനസ്സിലായില്ലേ? അപ്പം കാണാൻ പറ്റാത്തൊരു കണ്ണുകുത്തുക, മാറിപ്പോവുക. നമ്മളെ ചെക്കന്റെ പേര് ബിഗ് ബോസിൽ വന്നേ പോട്ടെ, എന്ത് റിയാസ് സലീം പറയുമ്പോലെ എന്ന് പറയുന്ന ചെക്കൻ ഗെറ്റ് അവേ എന്നാ സ്റ്റേ അവേ അല്ലേ? അങ്ങനെ ശരി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂടൂ. നമ്മളെല്ലാം മനുഷ്യന്മാരെല്ലാം ഊതി വീർപ്പിച്ച ബലൂൺ പോലെയല്ലേ, കാറ്റ് പോയാൽ തീർന്നല്ലേ. അപ്പൊ കാറ്റിലെടുത്തോളം കാലം ഇങ്ങനെയൊക്കെ മിണ്ടി പറഞ്ഞൊക്കെ പൊയ്ക്കോട്ട്. അപ്പം ഇഷ്ടമില്ലാത്തവരൊക്കെ മാറിപ്പോയിക്കോ. എന്നെ കാണുമ്പോൾ അലോസരം തോന്നുന്നവര് ദൈവത്തെ ഓർത്തിട്ട് ഈ വഴി വരല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഫോളോവേഴ്സ്, എന്നെ കാണുന്ന ആൾക്കാര്, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം മതി എനിക്ക്. താങ്ക് യു, ലവ് യു എവരിബഡി. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ലവ് യു ഓൾ.